കേരള PSC 8/7/2023 നടത്തിയ പോലീസ് കോൺസ്റ്റബിൾ വിമൻ തസ്തികയിലേക്കുള്ള ചോദ്യവും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 111/2023 ആണ്. ചോദ്യം 1. താഴെ തന്നിരിക്കുന്ന സംഭാവനകളെ അവ നടന്ന ക്രമത്തിൽ രേഖപ്പെടുത്തിയ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ചോദ്യം 1. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന ക്രമത്തിൽ രേഖപ്പെടുത്തിയ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ചോദ്യം 1 ഉത്തരം എ ആണ്. 4, 2, 1, 3. ചോദ്യം 2. അസംഗാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സി ആണ്. ശിപായി ലഹള. അസംഗാർ പ്രഖ്യാപനം. ചോദ്യം 3. താഴെ തന്നിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടത് എടുത്തെഴുതുക. ചോദ്യം 3 ഉത്തരം സി ആണ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ചോദ്യം 4. റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂ ഉടമ വർഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം 4 ഉത്തരം സി ആണ്. കുലാക്കുകൾ. ചോദ്യം 5. താഴെ തന്നിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത്? ചോദ്യം 5 ഉത്തരം സി ആണ്. ബാസ്റ്റൈൽ ജയിലിൻ്റെ പതനം. ചോദ്യം 6. 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം ഏത്? ഉത്തരം 6. ചോദ്യം 6 ഉത്തരം എ ആണ്. അതിൻ്റെ ഉത്തരം ഫിൻലാൻഡ്. ചോദ്യം 7. ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചോദ്യം 7 ഉത്തരം എ ആണ്. രാജസ്ഥാൻ. ചോദ്യം 8. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലാർജ് സ്കെയിൽ മാപ്പ് ഏതാണ്? ഉത്തരം സി ആണ്. കഡസ്ട്രൽ ഭൂപടം. ചോദ്യം 9. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏത്? ഉത്തരം ബി ആണ്. നീലഗിരി. ചോദ്യം 10. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത്? ചോദ്യം 10 ഉത്തരം ഡി ആണ്. നൈട്രജൻ. ചോദ്യം 11. പാൻജിയ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ആൾ ആര്? ചോദ്യം 11 ഉത്തരം ഡി ആണ്. ആൽഫ്രഡ് വെഗ്നർ. ചോദ്യം 12. ഉത്തരായന രേഖ കടന്നു പോകാത്ത രാജ്യം ഏത്? ചോദ്യം 12 ഉത്തരം ഡി ആണ്. ന്യൂസിലാൻഡ്. ചോദ്യം 13. റാബി വിളകൾ വിളവെടുക്കുന്ന സമയം? ചോദ്യം 13 ഉത്തരം സി ആണ്. ഏപ്രിൽ മുതൽ മെയ് വരെ. ചോദ്യം 14. മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിലാണ് പ്രസിദ്ധം? ചോദ്യം 14 ഉത്തരം ബി ആണ്. വജ്രം. ചോദ്യം 17. സബർമതി സൊറോണ എന്ന ഗോതമ്പിനം വികസിപ്പിച്ച കൃഷിശാസ്ത്രജ്ഞൻ ആര്? ചോദ്യം 15 ഉത്തരം ബി ആണ്. ഡോക്ടർ MS സ്വാമിനാഥൻ. ചോദ്യം 16. നീതി ആയോഗിൻ്റെ തലസ്ഥാനം ഏത്? ചോദ്യം 16 ഉത്തരം എ ആണ്. ന്യൂഡൽഹി. ചോദ്യം 17. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? ചോദ്യം 17 ഉത്തരം സി ആണ്. കാസർഗോഡ്. ചോദ്യം 18. 2023 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്? ചോദ്യം 18 ഉത്തരം ബി ആണ്. 38. ചോദ്യം 19. ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭാംഗം ആരായിരുന്നു? ചോദ്യം 19 ഉത്തരം എ ആണ്. മുകുന്ദ് രാം റാവു ജേക്കർ. ചോദ്യം 20. ചേരുംപടി ചേർക്കുക. 20ൻ്റെ ഉത്തരം ബി ആണ്. ചോദ്യം 21. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ചോദ്യം 21 ഉത്തരം എ ആണ്. 2, 4. ചോദ്യം 22. ഇന്ത്യൻ ഭരണഘടനാ വകുപ്പുകൾ ചേരുംപടി ചേർക്കുക. ചോദ്യം 22 ഉത്തരം എ ആണ്. അതിൻ്റെ ഉത്തരം. ചോദ്യം 23. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവ കണ്ടെത്തുക. ചോദ്യം 23 ഉത്തരം സി ആണ്. 2, 4, 6. ചോദ്യം 24. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക. ചോദ്യം 24 ഉത്തരം ഡി ആണ്. 1, 2, 4.
ചോദ്യം 25. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ കാലക്രമത്തിൽ രേഖപ്പെടുത്തുക. ചോദ്യം 25. ഉത്തരം ഡി ആണ്. 5, 1, 6, 2, 3, 4. ചോദ്യം 26. ഇന്ത്യയുടെ 10ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന തിരുനെല്ലായി നാരായണയ്യർ ശേഷൻ അന്തരിച്ചത് എന്ന്. ചോദ്യം 26. ഉത്തരം ബി ആണ്. 2019 നവംബർ 10. ചോദ്യം 27. താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടില്ലാത്തത് ആര്? ചോദ്യം 27. ഉത്തരം ബി ആണ്. നാലകത്ത് സുപ്പി. ചോദ്യം 28. സി അച്യുതമേനോനാണ് വിദ്യാഭ്യാസ മന്ത്രി ആകാത്തത്. ബി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 28. വിധവ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിധവകൾ അല്ലെങ്കിൽ വിവാഹമോചിതർ എന്നിവർക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? ചോദ്യം 28. ഉത്തരം സി ആണ്. മംഗല്യം പദ്ധതി. ചോദ്യം 29. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഏത്? ചോദ്യം 29. ഉത്തരം സി ആണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് സ്ഥാപിതമായത് 1960-ലാണ്. ചോദ്യം 30. ഇന്ത്യൻ ഭരണഘടനയുടെ 370-ാം വകുപ്പ് റദ്ദാക്കുകയും ഒരു പുനഃസംഘടനാ നിയമം പാസാക്കി ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നത് എന്ന്. ചോദ്യം 30. ഉത്തരം എ ആണ്. 2019 ഒക്ടോബർ. ചോദ്യം 31. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം 31. ഉത്തരം എ ആണ്. G20 ഉച്ചകോടി. ചോദ്യം 32. മനുഷ്യ ഹൃദയത്തിലെ ഏതറയുടെ ഭിത്തിക്കാണ് കൂടുതൽ കട്ടിയുള്ളത്? ചോദ്യം 32. ഉത്തരം ഡി ആണ്. ഇടത് വെൻട്രിക്കിൾ. ചോദ്യം 33. ജീവകം B6ൻ്റെ രാസനാമം ഏത്? ജീവകം B6ൻ്റെ രാസനാമം. ഉത്തരം എ ആണ്. പീരിഡോക്സിൻ. ചോദ്യം 35. പ്രമേഹത്തിൻ്റെ ഏത് വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത്? ചോദ്യം 34. ഉത്തരം സി ആണ്. ടൈപ്പ് 2 പ്രമേഹം. ചോദ്യം 35. ഫംഗസ് മുഖേന മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഡാഷ്. ഉത്തരം ബി ആണ്. റിംഗ്വേ. ചോദ്യം 36. ആർദ്രം പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയ വർഷം ഏത്? ഉത്തരം എ ആണ്. 2016. ചോദ്യം 37. മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതികളുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏത്? ഉത്തരം ബി ആണ്. വൺ ഹെൽത്ത്. ചോദ്യം 38. ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ മൂല്യം എത്രയാണ്? ചോദ്യം 38. ഉത്തരം ഡി ആണ്. 4.0. ഡി ആണ് അതിൻ്റെ ഉത്തരം. 0. ചോദ്യം 39. 2 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ 2 മീറ്റർ ഉയരത്തിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് എത്രയാണ്? ഉത്തരം സി ആണ്. 39.2. ചോദ്യം 40. മരീചിക ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത്? ചോദ്യം 40. ഉത്തരം ബി ആണ്. പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ചോദ്യം 41. റാണി രാംപാൽ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്? ചോദ്യം 41. ഉത്തരം ബി ആണ്. ഹോക്കി. ചോദ്യം 42. വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം ഏത്? ഉത്തരം സി ആണ്. ഗലുസാക്ക് നിയമം. ചോദ്യം 43. 3D10 4s1 എന്ന ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസമുള്ള മൂലകത്തിൽ ഡാഷ് മൂലകം ഡാഷിൽ ഉൾപ്പെടുന്നു? ചോദ്യം 43. ഉത്തരം സി ആണ്. ഡി ബ്ലോക്കിൽ. ചോദ്യം 44. മനുഷ്യൻ്റെ ഉമിനീരിൻ്റെ pH മൂല്യം എത്ര? മനുഷ്യൻ്റെ ഉമിനീരിൻ്റെ pH മൂല്യം. ഉത്തരം എ ആണ്. 6.4. ചോദ്യം 45. 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ ഇവരിൽ ആരാണ്? ചോദ്യം 45. ഉത്തരം ബി ആണ്. കരോളിൻ ആർ ബർട്ടോസി. ചോദ്യം 46. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? ഉത്തരം സി ആണ്. കെ.പി. കേശവ മേനോൻ. ചോദ്യം 47. കൊല്ലവർഷം ആരംഭിച്ചത് എന്ന്? ഉത്തരം ബി ആണ്. AD 825 ഓഗസ്റ്റ് 15. ചോദ്യം 48. നിലമ്പേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല ഏത്?
ഉത്തരം സി ആണ് ആലപ്പുഴ. ചോദ്യം 49. ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ കായിക താരം ആര്? ഉത്തരം ഡി ആണ് സച്ചിൻ തെണ്ടുൽക്കർ. ചോദ്യം 50. 2023 സ്വാതി തിരുനാൾ സംഗീത പുരസ്കാര ജേതാവ് ആര്? ഉത്തരം സി ആണ് പി ജയചന്ദ്രൻ. ചോദ്യം 51. ഒരു തൊഴിൽ സ്ഥാപനത്തിലെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം 6:5 എന്ന അംശബന്ധത്തിലാണ്. അതിൽ 1/10 സ്ത്രീകൾ പിരിഞ്ഞു പോയാൽ ഇപ്പോഴത്തെ അംശബന്ധം എത്ര? ചോദ്യം 51. ഉത്തരം ബി ആണ് 4:3. ചോദ്യം 52. ഒരു മണിക്കൂറിൽ 2/3 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 1/2 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ചോദ്യം 52. ഉത്തരം സി ആണ് 1,87,500 മീറ്റർ. ചോദ്യം 53. ഒരു വസ്തുവിൻ്റെ വില 20% കുറച്ച് 200 രൂപ ആയി. പിന്നീട് അത് 180 രൂപയ്ക്ക് വിറ്റു. ആകെ വന്ന നഷ്ടശതമാനം എത്ര? ചോദ്യം 53. ഉത്തരം ബി ആണ് 40%. ചോദ്യം 54. വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക. 43 175-2815. ഉത്തരം ഡി ആണ് 703. ചോദ്യം 55. ഒരു കുപ്പിയിൽ 0.9 ലിറ്റർ വെള്ളമുണ്ട്. 0.15 ലിറ്റർ ചോദ്യം 55. ഒരു കുപ്പിയിൽ 0.9 ലിറ്റർ വെള്ളമുണ്ട്. 0.15 ലിറ്റർ കൊള്ളുന്ന എത്ര ഗ്ലാസുകൾ ഇതുകൊണ്ട് നിറയ്ക്കാം? ഇതിൻ്റെ ഉത്തരം ബി ആണ് 6 ഗ്ലാസ്. ചോദ്യം 56. ഒരു കുടുംബത്തിലെ 5 കുട്ടികൾ തമ്മിൽ 3 വയസ്സ് വ്യത്യാസമാണുള്ളത്. എല്ലാവരുടെയും വയസ്സുകളുടെ തുക 50 ആണ് എങ്കിൽ ഇളയ കുട്ടിയുടെ വയസ്സ് എത്ര? ഉത്തരം എ ആണ് 4. ചോദ്യം 57. 6 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്കിൻ്റെ 3/5 ഭാഗം നിറഞ്ഞു. ഇനി നിറയാൻ എത്ര മിനിറ്റ് വേണം? ചോദ്യം 57. ഉത്തരം ഡി ആണ് 4 മിനിറ്റ്. ചോദ്യം 58. ഫ്ലാറ്റർ എന്ന വാക്കിനെ 723885 എന്നും മദർ എന്ന വാക്കിനെ 468159 എന്നും കോഡ് ചെയ്യാമെങ്കിൽ മാമത്ത് എന്ന വാക്കിൻ്റെ കോഡ് എങ്ങനെയാണ്? ചോദ്യം 58. ഉത്തരം എ ആണ് 434461. ചോദ്യം 59. 3 യൂണിറ്റ് പരീക്ഷകൾ നടത്തിയതിൽ ആദ്യത്തെ 2 പരീക്ഷകളിൽ രവിക്ക് യഥാക്രമം 70, 75 എന്നീ മാർക്കുകൾ ലഭിച്ചു. ശരാശരി 60 മാർക്ക് ലഭിക്കണമെങ്കിൽ മൂന്നാമത്തെ യൂണിറ്റ് പരീക്ഷയിൽ രവിക്ക് ലഭിക്കേണ്ട മാർക്ക് എത്ര? ചോദ്യം 59. ഉത്തരം ബി ആണ് 35 മാർക്ക്. ചോദ്യം 60. ചോദ്യം 60ൻ്റെ ഉത്തരം ഡി ആണ്. ചോദ്യം 61. ദ ഫെമിനിൻ ഫോം ഓഫ് ദി ബാച്ചിലർ. ചോദ്യം 61. ഉത്തരം സി ആണ് സ്പിൻഡർ. ചോദ്യം 62. മൈ ഗ്രാൻഡ് പേരൻസ് യൂസ് ടു ഗിവ് മീ എ ലോട്ട് ഓഫ് സജേഷ്യസ് അഡ്വൈസ്. ഇവിടെ ഫൈൻഡ് ദി അന്റോണിംസ് ഫോർ ദി വേർഡ് സഗേഷ്യസ്. ചോദ്യം 62. ഉത്തരം ബി ആണ് ഫൂളിഷ്. ചോദ്യം 63. കൺവേർട്ട് ദി അസർട്ടീവ് സെൻറ്റൻസ് ഇൻറ്റു ഇറ്റ്സ് ഇൻട്രോഗേറ്റീവ് ഫോം. ചോദ്യം 63. ഉത്തരം എ ആണ് ഡു ദേ സ്പീക്ക് ഫ്രഞ്ച്. ചോദ്യം 64. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. നോ വൺ വാസ് ഇൻജേർഡ് ഇൻ ദ ആക്സിഡൻറ്റ് ഡാഷ്. ചോദ്യം 64. ഉത്തരം എ ആണ് വേർ ദേ. ചോദ്യം 65. ട്രാവൽ വിൽ അക്വൈൻറ്റ് യു ഡാഷ് ന്യൂ കസ്റ്റംസ്. ചോദ്യം 65. ഉത്തരം ഡി ആണ് വിത്ത്. ചോദ്യം 66. ദ ബ്രിഡ്ജ് കോഴ്സ് ഗീവ്സ് ദി സ്റ്റുഡൻറ്റ് എ ഡാഷ് ഇൻ ദ ഫോളോയിങ് അക്കാഡമിക് ഇയർ. ചോദ്യം 66. ഉത്തരം ഡി ആണ് ലെഗ് അപ്പ്. ചോദ്യം 67. ഡാഷ് വി ആർ ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് ഹീ ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദി ഫ്രൗഡ്. ചോദ്യം 67. ഉത്തരം ബി ആണ് പ്രീമാ ഫേസി. ചോദ്യം 68. വുഡ് യു ലൈക്ക് ടു ജോയിൻ അവർ ഡ്രാമ ഗ്രൂപ്പ്? ആൻ ആസ്ക്ഡ് മീ ദി ഇൻഡയറക്റ്റ് സ്പീച്ച് ഫോം ഓഫ് ദി ഗിവൺ സെൻറ്റൻസ്. ചോദ്യം 68. ഉത്തരം സി ആണ് ആൻ ആസ്ക്ഡ് മീ ഇഫ് ഐ വുഡ് ലൈക്ക് ടു ജോയിൻ ദെയർ ഡ്രാമ ഗ്രൂപ്പ്. ചോദ്യം 69. ദേ ആർ ഡെലിവറിങ് ഇറ്റ് ദിസ് ആഫ്റ്റർനൂൺ. ചോദ്യം 69. ഉത്തരം സി ആണ് ഇറ്റ് ഈസ് ബീയിങ് ഡെലിവേർഡ് ദിസ് ആഫ്റ്റർനൂൺ. ചോദ്യം 70. ദ ബെഗർ വാസ് ഡാഷ് ബൈ എ കാർ. ചോദ്യം 70. ഉത്തരം ഡി ആണ് റൺ ഡൗൺ. ചോദ്യം 71. ശരിയായ പദനിര കണ്ടെത്തുക.
ഉത്തരം എ ആണ്. സാമ്രാട്ട് തത്വം കഥനം. ചോദ്യം 72. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായത് കണ്ടെത്തുക. ചോദ്യം 72ൻ്റെ ഉത്തരം സി ആണ്. യോഗത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു. ചോദ്യം 73. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന വരിയുടെ ശരിയായ മലയാള വിവർത്തനം ഏത്? ചോദ്യം 73. ഉത്തരം ബി ആണ്. വിശ്രമിക്കുന്നതിന് മുൻപ് എനിക്ക് ഏറെ ദൂരം താണ്ടുവാനുണ്ട്. ചോദ്യം 74. ജയിക്കുവാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം. ചോദ്യം 74. ഉത്തരം സി ആണ്. വിജിഗിഷു. ചോദ്യം 75. ശരിയായ പര്യായ പദം രേഖപ്പെടുത്തിയ പദനിര കണ്ടെത്തുക. ചോദ്യം 75. ഉത്തരം എ ആണ്. രിപു, ഹരി, വൈരി. ചോദ്യം 76. ന്യൂനം എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. ഉത്തരം എ ആണ്. ആധിക്യം. ചോദ്യം 77. ശക്തിമത്താവുക, കഠിനമായി വർദ്ധിക്കുക എന്നിങ്ങനെ അർത്ഥം വരുന്ന ശൈലി ഏത്? ഉത്തരം ബി ആണ്. കൊടുമ്പിരി കൊള്ളുക. ചോദ്യം 78. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചനത്തെ കുറിക്കുന്ന അലിംഗ വചന പ്രത്യയം ചേർന്ന രൂപം ഏത്? ചോദ്യം 78. ഉത്തരം ഡി ആണ്. അധ്യാപകൻ. ചോദ്യം 79. ഉന്നമകം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്ന ശരിയായ 2 പദങ്ങൾ കണ്ടെത്തുക. ചോദ്യം 79. ഉത്തരം എ ആണ്. ഉത് അധികം നമ്രം. ചോദ്യം 80. സമുച്ചയാർത്ഥത്തിൽ തുല്യമായ ഘടകപദങ്ങളാക്കാൻ കഴിയുന്ന പദം ഏത്? ചോദ്യം 80. ഉത്തരം സി ആണ്. രൂപഭാവങ്ങൾ. ചോദ്യം 81. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്തയാളെ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് കൂടാതെ തടങ്കലിൽ വയ്ക്കാവുന്ന ഉയർന്ന സമയപരിധി എത്ര? 81. ഉത്തരം എ ആണ്. 24 മണിക്കൂർ. ചോദ്യം 82. സാക്ഷികളായി കോടതിയിൽ വിളിപ്പിക്കുവാൻ സാധിക്കാത്ത വ്യക്തികളുടെ പ്രസ്താവനകൾ തെളിവായി കോടതി കണക്കാക്കുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? ചോദ്യം 82. അതിൻ്റെ ഉത്തരം ബി ആണ്. പ്രസ്താവനകൾ 1, 2, 3, 4 ശരി. പ്രസ്താവനകൾ 1, 3, 4 ശരിയാണ്. ചോദ്യം 83. ഒരു സ്വകാര്യ വ്യക്തിക്ക് നിയമപ്രകാരം മറ്റൊരാളെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം എ ആണ്. ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതും വാറന്റ് കൂടാതെ പോലീസിന് നേരിട്ടെടുക്കാവുന്നതുമായ ഒരു കുറ്റം സാന്നിധ്യത്തിൽ നടന്നാൽ. ചോദ്യം 84. ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏത് കുറ്റസമ്മതമാണ് സ്വീകാര്യമായത്? ചോദ്യം 84. ഉത്തരം സി ആണ്. 3, 4 ശരിയാണ്. ചോദ്യം 85. വിചാരണ നടത്തുന്നതിൽ കോടതിക്കുള്ള ആധികാരികതയെ സംബന്ധിച്ച താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. ചോദ്യം 85. ഉത്തരം ഡി ആണ്. 1, 4 ശരിയാണ്. ചോദ്യം 86. താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഒരു പൗരന് പോലീസ് സ്റ്റേഷനിൽ പ്രാപ്തമായിട്ടുള്ളത്? ചോദ്യം 86. ഉത്തരം സി ആണ്. 1, 3, 4 ശരിയാണ്. ചോദ്യം 87. വലിയ അളവിൽ മയക്കുമരുന്ന് കടത്തുന്നതിന് ആവർത്തിച്ച് ശിക്ഷ ലഭിക്കുന്ന വ്യക്തി വീണ്ടും അതേ കുറ്റം ചെയ്താൽ S31A പ്രകാരം നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നിയമത്തിൽ അനുശാസിക്കുന്ന ശിക്ഷ ഏത്? ചോദ്യം 87. ഉത്തരം സി ആണ്. വധശിക്ഷ. ചോദ്യം 88. പോലീസിൻ്റെ കൃത്യനിർവഹണത്തിന് സഹായകമാവുന്നതിനായി കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ഏത് നിയമമാണ് പ്രതിപാദിക്കുന്നത്? ചോദ്യം 88. ഉത്തരം എ ആണ്. വകുപ്പ് 64 പോലീസ് ആക്ട്. ചോദ്യം 89. ഒരു കളവ് ചെയ്യണമെന്ന സ്വന്തം ഇഷ്ടപ്രകാരം മനഃപൂർവ്വമായി ആർക്കെങ്കിലും മരണമുണ്ടാക്കാവുന്ന കുറ്റം ഏതാണ്? ചോദ്യം 89. ഉത്തരം എ ആണ്. കവർച്ച. ചോദ്യം 90. പോലീസ് ആക്ട് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറായി താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കാവുന്ന വ്യക്തിയുടെ പ്രായപരിധി എത്ര? ഉത്തരം ബി ആണ്. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. ചോദ്യം 91. മറ്റു വ്യക്തിയുടെ ATM കാർഡ് ഉപയോഗിച്ച് മോഷണം നടത്തുന്നതിന് ശിക്ഷാർഹമാകുന്നത് ഏത് നിയമമാണ്? ചോദ്യം 91. ഉത്തരം സി ആണ്. വകുപ്പ് 66 ഇൻഫർമേഷൻ ടെക്നോളജി നിയമം. ചോദ്യം 92. അടുത്തുള്ള വസ്തുക്കളിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് പൊതുവായ ഒരു ദോഷം തീർച്ചയായും ഉണ്ടാവുമെന്ന അറിവോടും ഉദ്ദേശത്തോടും കൂടി ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഏത് വകുപ്പിലാണ് പെടുത്തിയിട്ടുള്ളത്? ചോദ്യം 92. ഉത്തരം എ ആണ്. വകുപ്പ് 268.
ചോദ്യം 93. മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവും കള്ളക്കടത്തും ശിക്ഷാർഹമാകുന്നതിന് കൊണ്ടുവന്ന പ്രത്യേക നിയമം ഏത്? 93ൻ്റെ ഉത്തരം ബി ആണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നിയമം. ചോദ്യം 94. താഴെ പറയുന്നവയിൽ വിവര സാങ്കേതിക നിയമപ്രകാരം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ഏത്? ഉത്തരം ഡി ആണ്. സൈബർ ടെററിസം. ചോദ്യം 95. വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ചോദ്യം 95. ഉത്തരം ബി ആണ്. പ്രസ്താവനകൾ 1, 2, 4 ശരിയാണ്. ചോദ്യം 96. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം മൂന്നാമതൊരു വ്യക്തിയുടെ പക്കൽ നിന്നും സ്വീകരിക്കേണ്ടതും ആ വ്യക്തി രഹസ്യമായി കരുതുന്നതുമാണെങ്കിൽ അനുവർത്തിക്കേണ്ട നടപടികൾ. ചോദ്യം 96. ഉത്തരം എ ആണ്. വകുപ്പ് 11 വിവരാവകാശ നിയമം. ചോദ്യം 97. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിനായി ഉണ്ടാക്കിയ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം സി ആണ്. 2012. ചോദ്യം 98. പുരുഷത്വം ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരാളെ ദേഹോപദ്രവം ഉണ്ടാക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഏത് കുറ്റമാണ്? ഉത്തരം ബി ആണ്. കഠിന ദേഹോപദ്രവം. ചോദ്യം 99. വിവാഹിതരായ സ്ത്രീകൾ അസ്വാഭാവിക സാഹചര്യങ്ങളിൽ മരണപ്പെടുമ്പോൾ സ്ത്രീധന മരണമായി കണക്കാക്കുന്നത് വിവാഹശേഷം എത്ര വർഷങ്ങൾക്കുള്ളിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് മരണം സംഭവിക്കുമ്പോഴാണ്? ചോദ്യം 99. ഉത്തരം ബി ആണ്. 7 വർഷം. ചോദ്യം 100. ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടുകൂടി ഒരു കുട്ടിയെ അശ്ലീല കാര്യത്തിനായി വശീകരിച്ചാൽ പോക്സോ നിയമപ്രകാരം ഏത് കുറ്റമായിട്ടാണ് പരിഗണിക്കുന്നത്? ഉത്തരം എ ആണ്. ലൈംഗിക പീഡനം. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.